വടകര ലഹരി കേസുമായി ബന്ധപ്പെട്ട് ലക്ഷക്കണക്കിന് രൂപയുടെ സാമ്പത്തിക ഇടപാടുകൾ നടന്നിട്ടുണ്ടെന്നും 5 പേരിൽ ഒതുങ്ങുന്നതല്ല ഈ വൻ ലഹരി ശൃംഖലയെന്നും കോഴിക്കോട് റൂറൽ SP മെറിൻ ജോസഫ് IPS. കൂടുതൽ പ്രതികൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? എങ്ങനെയാണ് അന്വേഷണത്തിന്റെ പുരോഗതി? ഞങ്ങൾ ഇപ്പം ഈ അറസ്റ്റ് ചെയ്ത പ്രതികളെ ഇനിയും കസ്റ്റഡിയിലെടുത്ത് ഫർദർ ക്വസ്റ്റ്യൻ ചെയ്യും. തീർച്ചയായിട്ടും ഇതൊരു നെറ്റ്വർക്കാണ്. അപ്പോൾ ഇത് 5 പേരിൽ ഒതുങ്ങുന്ന ഒരു നെറ്റ്വർക്ക് അല്ല. അപ്പോൾ കൂടുതൽ ആൾക്കാർ ഞങ്ങളുടെ സർവൈലൻസിലുണ്ട്. ഇനി വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ ഡീപ്പായിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ കാണും. കൂടുതൽ പ്രതികളെ ഇനി വരുന്ന ദിവസങ്ങളിൽ അറസ്റ്റ് ചെയ്യും. ഈ പ്രതികളായ അധ്യാപികമാർക്ക് എങ്ങനെയാണ് ഈ നെറ്റ്വർക്കുമായിട്ട് ബന്ധം സ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്? എത്ര കാലമായിട്ടുള്ള ബന്ധമാണ് ലഹരി കച്ചവടമാണ് ഇവർ നടത്തുന്നത്? ഞങ്ങളിപ്പോൾ റീസെൻ്റ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് ആണ് അനലൈസ് ചെയ്തിരിക്കുന്നത്. എത്രയും കാലമായിട്ട് ഇവരിതിൽ ഇറങ്ങിയെന്ന് അത് അവരെ ഇനിയും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതിന് ശേഷം മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. എത്ര രൂപയുടെ ഇടപാടുകളാണ് കണ്ടെത്തിയിരിക്കുന്നത്? ഇപ്പം വേരിങ് അമൗണ്ട്സ് ആണ്. ഇപ്പം എന്തായാലും ഒരു മിനിമം അപ് ടു 15 lakhs വരെ മിനിമം ട്രാൻസാക്ഷൻസ് നടന്നിട്ടുണ്ട്. ഒരു പ്രതിയുടെ അബവ് 1 crore ട്രാൻസാക്ഷൻസ് ഉണ്ട്. കൂടുതൽ പ്രതികൾ, പ്രധാനപ്പെട്ട പ്രതികളൊക്കെ ഇപ്പോഴും കാണാമറയത്ത് തന്നെയാണോ? ഇനി അതോ ഇവരിൽ തന്നെ ഒതുങ്ങുമോ അന്വേഷണം? ഇല്ല, ഇതിന്റെ പിന്നിൽ തീർച്ചയായിട്ടും ഒരു നെറ്റ്വർക്ക് ഉണ്ട്. ഇപ്പം ഇവരാണ് ഇതിന്റെ മെയിൻ കിങ് പിൻസ് എന്ന് പറയാറായിട്ടില്ല. കൂടുതൽ ആൾക്കാരുണ്ട് ഇതിൽ, തീർച്ചയായിട്ടും ഉണ്ട്. കേരള പോലീസിന്റെ ലഹരി വിരുദ്ധ വേട്ടയായ ഓപ്പറേഷൻ തൂഫാൻ പരിശോധനകളുടെ ഭാഗമായി നടത്തിയ ആഴത്തിലുള്ള അന്വേഷണത്തിലാണ് ഈ വലിയ മാഫിയ ശൃംഖലയെക്കുറിച്ചുള്ള നിർണായക വിവരങ്ങൾ പുറത്തു വന്നത്. ഓരോ കേസിന്റെ പിന്നിലും ഒരു നെറ്റ്വർക്ക് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ഈ നെറ്റ്വർക്ക് ഓപ്പറേറ്റ് ചെയ്യുന്ന ആൾക്കാരെ കണ്ടുപിടിക്കാനും അതുപോലെ ഇതിന്റെ സോഴ്സ് കണ്ടെത്താനുമുള്ള ഒരു ശ്രമം നമ്മുടെ ഭാഗത്തു നിന്നുമുണ്ടാകും. റൂറൽ SP മെറിൻ ജോസഫിന്റെ നിർദ്ദേശപ്രകാരം വടകര ഇൻസ്പെക്ടർ AV ദിനേശ് ഉൾപ്പെടുന്ന പ്രത്യേക അന്വേഷണ സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. വിദേശത്തു നിന്നും മംഗളൂരുവിൽ നിന്നും വടകര മേഖലയിലേക്ക് ലഹരിമരുന്ന് എത്തിക്കുന്ന മാഫിയയുടെ പ്രധാന ഉറവിടവും കിങ് പിന്നിനെയും കണ്ടെത്തുക. പേരാമ്പ്ര BRCയിലെ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാരായ കീർത്തന, കാവ്യ, നീഷ്മ എന്നീ 3 അധ്യാപികമാരാണ് ഇതുവരെ അറസ്റ്റിലായത്. ബാങ്ക് അക്കൗണ്ടുകൾ വഴി ലക്ഷക്കണക്കിന് രൂപയുടെ ഇടപാടുകളാണ് ഇവർ നടത്തിയത്. പിടിയിലായ കീർത്തനയുടെ അക്കൗണ്ടിൽ നിന്ന് 14 ലക്ഷവും കാവ്യയുടെ അക്കൗണ്ടിൽ നിന്ന് 9 ലക്ഷവും കണ്ടെത്തിയിരുന്നു. ഒരാളുടെ അക്കൗണ്ടിലേക്ക് മാത്രം വലിയ തുക വന്നാൽ സംശയം തോന്നുമെന്നതിനാൽ പണം വിഭജിച്ചാണ് ഇവർ വാങ്ങിയത്. ഇൻസ്റ്റഗ്രാം വഴി ആവശ്യക്കാരെ കണ്ടെത്തി പണം Google Pay വഴി ഈ അക്കൗണ്ടുകളിൽ സ്വീകരിച്ച ശേഷം ലഹരിമരുന്ന് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന സ്ഥലത്തിന്റെ Google ലൊക്കേഷൻ ഏജന്റുകൾ മുഖേന ഉപഭോക്താക്കൾക്ക് അയച്ചു നൽകുന്നതായിരുന്നു രീതി. നേരിട്ട് ഇവർ ലഹരിമരുന്ന് കൈമാറിയിരുന്നില്ല. ഈ ലഹരി ശൃംഖലയിൽ വിദ്യാർത്ഥികളും യുവാക്കളും ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് സൂചന. ന്യൂസ് ഡെസ്ക് 99 ന്യൂസ്, കോഴിക്കോട്.